എന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് വന്നാൽ പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്തിൻ്റെങ്കിലും ആണെങ്കിൽ അതിന്റെ സീഡ്സ് എന്തായാലും അമ്മ എടുത്ത് നട്ടുവെച്ചിരിക്കും. ആളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശീലങ്ങളിലൊന്നാണത്. ഇനി ആൾക്കത് നടാൻ പറ്റിയില്ലെങ്കിലോ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് നടിപ്പിക്കുകയും ചെയ്യും. ഇതില്ലേ, ഇത് കുറച്ച് ദിവസം മുന്നേ ചേട്ടച്ചാർ വന്നപ്പോൾ കൊണ്ടുവന്ന മാങ്ങയുടെ കേട്ടോ. അതൊരു ഗ്രോ ബാഗിന്റെ സൈഡിൽ ഇട്ടിട്ട് ആള് മുളപ്പിച്ചെടുത്താണ്. ഞാനതൊരു കൂടയിലേക്ക് മാറ്റാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പറമ്പിൽ മിക്കവാറും പ്ലാവും മാവും എല്ലാം തന്നെ ഇതുപോലെ അമ്മയപ്പനും കൂടി നട്ടു വളർത്തി കൊണ്ടുവന്ന് നട്ടുള്ള കേട്ടോ. ഇതും ആള് കളയാണ്ട് വെച്ച് പറഞ്ഞ കേട്ടോ. ഈ ബട്ടർ ഫ്രൂട്ടിന്റെ തൈ ഇവിടെ ഉണ്ട്, എന്നാലും ആൾക്ക് ഇതൊരു ശീലമായി. പണ്ട് ഇവിടെ പറമ്പിൽ കുരുമുളക് നട്ടുകൊണ്ടിരുന്നപ്പോൾ ഓരോ കുരുമുളകിന്റെയും ചോടിനോട് ചേർന്ന് അമ്മയോരോ ചക്കക്കുരു വീതം കുഴിച്ചിടുമായിരുന്നു. കുരുമുളകിന് പടർന്ന് കയറാൻ ഇട്ടേക്കുന്ന കാല് എന്തേലും കാരണവശാൽ പോയാൽ വളർന്നു വരുന്ന പ്ലാവൊരു പ്ലാൻ ബി. അങ്ങനെ കുറെ പ്ലാവ് ഉണ്ടായിരുന്നു പറമ്പിൽ, അതിൽ കൊള്ളില്ലാത്ത ഉണ്ടായിരുന്നു. മാവിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ കുറെ വെറൈറ്റി മാവ് ഇവിടെ ഉണ്ടായിരുന്നു, അതിൽ കൊള്ളില്ലാത്ത ഉണ്ടായിരുന്നു. പലതിന്റെയും പേരും അറിയില്ല. ഈ നാട്ടുമാവ് മാത്രം ഈ പറമ്പ് മേടിക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കേട്ടോ. നമ്മൾ ഈ നടന്ന ചെടികളൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ചിലത് മറ്റുള്ളവർക്കും കൂടിയിട്ടുള്ള. അങ്ങനെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് അല്ലാതെ നട്ടതിന്റെ കനികളാണ് ഇതൊക്കെ. അതിലേക്കുള്ള പുതിയ അധ്യായമാണ് ഇത്.